ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്നിവിടെ ഒരു ചിക്കൻ പാൻ പിസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ചിക്കനാണ്. ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുള്ളതാണ്. അതിലോട്ടേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ സുർക്കയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ ഓട്സ് ക്രഷ് ചെയ്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ചതിന് ശേഷം ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഈ ഒരു ചിക്കൻ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ ഞാൻ ഒരു സവാള ചേർത്തിട്ടുണ്ട്. അധികം വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ടേക്ക് ഒരു പകുതി ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കനും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇനി ഇതിലോട്ടേക്ക് വേണ്ടത് 4 കോഴിമുട്ടയാണ്. ഇതൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 5 സ്ലൈസ് ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തിക്നെസ് കൂടിയ ബ്രെഡ് ആണെങ്കിൽ 3 or 4 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ബാറ്റർ അധികം തിക്കാവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാലും മതി. അപ്പം നമുക്കൊരു പാന് വെച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, ഇല്ലെങ്കിൽ അടി പിടിക്കും. സൈഡൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് മസാല ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് മെൽട്ടാവുന്നവരെ വേവിക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചിക്കൻ പാൻ പിസ്സ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ റെസിപ്പിയായി വരുന്നവരേക്കും ബൈ ബൈ.